DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 24 ചൊവ്വ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും രൂപപ്പെട്ട കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്ന് കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം വടക്ക് കിഴക്ക് ദിശയിലേക്ക് നീങ്ങുന്നതോടെ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ശക്തി കുറയാനാണ് സാധ്യത. അതേസമയം തെക്കൻ കേരള തീരത്തിനടുത്ത് അറബിക്കടലിന് മുകളിലായി ഒരു ചക്രവാതച്ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഫലമായി 27-ാം തീയതി വരെ കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടം തുടരുകയാണ്. ഇന്നലെ കുറഞ്ഞ സ്വർണ്ണവില ഇന്ന് തിരിച്ചു കയറി വീണ്ടും 1,18,000-ന് മുകളിൽ എത്തിയിരിക്കുകയാണ്. പവന് ഒറ്റയടിക്ക് 1,120 രൂപയാണ് വർദ്ധിച്ചത്. 1,18,640 രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 140 രൂപയാണ് വർദ്ധിച്ചത്. 14,830 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഇന്നലെ രാവിലെ പവന് ഒറ്റയടിക്ക് 1,520 രൂപ വർദ്ധിച്ച് 1,18,000-ന് മുകളിലെത്തിയ സ്വർണ്ണവില ഉച്ചയോടെ 800 രൂപയാണ് കുറഞ്ഞത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 1,17,760 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. 2-ന് രേഖപ്പെടുത്തിയ 1,07,920 രൂപയാണ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന സ്വർണ്ണവില. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കുന്നതാണ്. 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് 2,000 രൂപ വീതമാണ് പെൻഷൻ ലഭിക്കുക. ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ള 26.62 ലക്ഷം പേർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീടുകളിലും പെൻഷൻ എത്തിക്കും. നാളെ ബാങ്ക് അക്കൗണ്ടിൽ തുക ലഭിക്കുന്നവർക്കാണ് ആദ്യഘട്ടത്തിൽ എത്തുക. വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം മറ്റന്നാൾ മുതലൊക്കെയായിരിക്കും സജീവമാവുക. ഇതോടൊപ്പം കേന്ദ്രവിഹിതം ലഭിക്കുന്ന 8 ലക്ഷത്തോളം പേർക്ക് 200, 300, 500 എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും ആദ്യഘട്ടത്തിൽ അക്കൗണ്ടിലേക്ക് എത്തുക. പിന്നീട് നിശ്ചിത ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ആ തുകയും അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. അടുത്ത അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ 22-ാം ഗഡു മാർച്ച് മാസത്തിലായിരിക്കും വിതരണം ചെയ്യുക എന്ന സൂചനകൾ എത്തുകയാണ്. സാധാരണഗതിയിൽ ഫെബ്രുവരിയിൽ ലഭിക്കേണ്ടതായിരുന്നുവെങ്കിലും ഇത്തവണ ഔദ്യോഗിക അറിയിപ്പുകൾ വൈകിയതിനാൽ മാർച്ച് മാസത്തിലായിരിക്കും തുക ലഭിക്കുക. ഇതോടൊപ്പം തന്നെ അർഹരായ കർഷകരുടെ പുതുക്കിയ ലിസ്റ്റ് സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. PM കിസാൻ വെബ്സൈറ്റിലെ ബെനഫിഷ്യറി ലിസ്റ്റ് എന്ന ഓപ്ഷൻ വഴി നിങ്ങളുടെ പേര് ലിസ്റ്റിലുണ്ടോ എന്ന് പരിശോധിക്കാം. ഇതിനായി സംസ്ഥാനം, ജില്ല, വില്ലേജ് തുടങ്ങിയ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. എന്തായാലും മാർച്ച് മാസം ആദ്യ ആഴ്ചയോടെ തുക എത്തുവാനാണ് സാധ്യത. എല്ലാ കർഷകരും ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.